ലിയോ 14 മാർപ്പാപ്പ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. സന്യസ്തരും പിതാക്കന്മാരും അച്ഛന്മാരും എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 11:45 ലിയോ മാർപ്പാപ്പ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി മീറ്റിങ്ങിന് ആരംഭമായി. ലെബനോൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലെബനോനിലെ ക്രൈസ്തവർ ഈ രാജ്യം വിട്ട് പല രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്നലത്തെ മാർപ്പാപ്പയുടെ പ്രസംഗത്തിലും ഉച്ചരിച്ചത് ലെബനോനിലെ യങ്ങായിട്ട് യുവജനങ്ങളെ ഇവിടെ നമുക്ക് പിടിച്ചു നിർത്തണമെന്നും ഈ ക്രൈസ്തവ സഭയുടെ പുനരുദ്ധാരണം ഇവിടെ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു മാർപ്പാപ്പയുടെ വലിയ ആഗ്രഹം. അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇന്നും മാർപ്പാപ്പയ്ക്ക് വൈദികരോടും സന്യസ്തരോടും പറയാനുള്ളത്. ഇത് തന്നെയായിരിക്കാം ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശവും. ഇവിടെ തന്നെ സന്യസ്തരായിട്ടുള്ള അനേകം പേരോടൊപ്പം ഞങ്ങൾക്കും ഇവിടെ പങ്കെടുക്കാനായിട്ടുള്ള അവസരം കിട്ടി. അങ്ങനെ എല്ലാം സജീവമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ ഇവിടെ എല്ലാം ഓപ്പണായി ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ ഇടയനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു കത്തീഡ്രൽ മുഴുവനും നിറഞ്ഞ് സന്യസ്തരും പിതാക്കന്മാരും നിറഞ്ഞിരിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഒരു സൈഡിൽ കൊയർ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റു സൈഡിൽ ആൾക്കാർ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലെബനോനെ സംബന്ധിച്ചിടത്തോളം, ഹരീസയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി തീർന്നിരിക്കുകയാണ് ഇന്ന്. ലിയോ 14 മാർപ്പാപ്പ ഏതാനും മണിക്കൂറിനകം ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ഇവിടുത്തെ എല്ലാ മാർപ്പാപ്പയ്ക്ക് ഒരുപക്ഷെ ഈ സന്യസ്തരോടും ബിഷപ്പുമാരോടും പറയുവാനുള്ളത് ഒരു കാര്യം മാത്രമായിരിക്കും. ക്രിസ്ത്യൻ സഭയുടെ അടിസ്ഥാനമായിരുന്ന ലെബനോൻ ഇന്ന് ക്രിസ്ത്യാനികള് കൂടുതലും അഭയാർത്ഥികളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഭയാർത്ഥികളായി പോയിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ ലെബനോനിൽ പിടിച്ചു നിർത്തണമെന്നും സഭ പഴയതുപോലെ വീണ്ടും ഉറച്ചു വരണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം മാർപ്പാപ്പ പ്രകടിപ്പിക്കുന്നത്. പിതാക്കന്മാരെല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സന്യസ്തരായിട്ടുള്ള ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. പുരോഹിതർ എത്തിച്ചേർന്നിട്ടുണ്ട്. പാസ്റ്റർ കോർഡിനേറ്റേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള ഒരു സംവാദത്തിലായിരിക്കാം മാർപ്പാപ്പ ഹരീസയിൽ ഏർപ്പെടുന്നത്. ഷക്കീന ന്യൂസിന് വേണ്ടി ലെബനോനിലെ ഹരീസയിൽ നിന്നും ഫാദർ ബിനോയ് ഉപ്പുമാക്കൽ CSS ആണ്.